അപ്പം നമുക്കിത് പറിക്കാം. പറിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൊപ്പൊന്നും വെട്ടുന്നില്ല കേട്ടോ. കാര്യം നമ്മളൊരു കത്തി പോലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. മാരകമായിട്ടുള്ള ആയുധങ്ങളോ അങ്ങനെയുള്ള ഒന്നും കൊണ്ടുവരാതിരിക്കുക ഫോറസ്റ്റിനകത്ത് കയറുമ്പോൾ. നമ്മൾ കൂട്ടുകാരായിട്ട് വരിക, വന്ന് നമുക്ക് എന്താ നെല്ലിക്കയൊക്കെ പറിച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മടങ്ങാൻ പറ്റും. ഓക്കെ, കാടിനെ എന്താ സംരക്ഷിക്കുക. ചിലവരുണ്ട് വന്നിട്ട് കാടിനകത്ത് തീയിട്ടിട്ട് പോകും. അതൊന്നും ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ എന്തുമാത്രം മൃഗങ്ങളും അതുപോലെ എന്തുമാത്രം പിന്നെ ജന്തുക്കളും ഒക്കെയാണ്. നല്ല സസ്യങ്ങളും അതുപോലെ ഇഷ്ടംപോലെ ഔഷധ സസ്യങ്ങളൊക്കെ ഈ കാട്ടിനുള്ളിലുണ്ട്. അതൊക്കെ നശിച്ചു പോകാതിരിക്കും. നാളത്തെ തലമുറയ്ക്ക് അതൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നെല്ലിക്ക പറിക്കുന്നു. നമ്മൾ പെട്ടെന്ന് പോകും. ഇപ്പം തന്നെ 4 മണി കഴിഞ്ഞു. അപ്പം നമുക്ക് നെല്ലിക്ക പറിക്കാം. ഓക്കെ, తగిలే మేఘమే అసలే ఆగదు ఈ పరుగే ఒకటే గమ్యమే దారులు వేరులే పయనమే నీ పనిలే అలరే పుడుతూ మొదలే మలుపు పుదుపు నీదే ఆ అద్దమే చూపెను బ్రతుకులలో తీరే ఆ వైపర తుడిచే కారే కన్నీరే. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറിക്കുന്നത് കണ്ടോ, ഇതുപോലെ ചെറിയ കമ്പ് എടുക്കുക. കമ്പെടുത്തിട്ട് ഈ കമ്പ് ഇങ്ങനെ ഉണങ്ങിയ കമ്പ് എടുത്തിട്ട് വേണ്ടേ, ഇവിടെ ഒരു ഇതുണ്ട്, ചുമ്മാ ഇങ്ങനെ തൊട്ട് മതി, അത് താഴെ പോകും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇതിനകത്തുനിന്ന് പറിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാലോളത്ത് വന്നു, നെല്ലിക്കയൊക്കെ പറിച്ചു. നമുക്ക് അത്യാവശ്യമുള്ളത് കിട്ടി. അധികമൊന്നുമില്ല. ഇതാ ഈ ഒരു ബോട്ടിലിനകത്ത് ഇതിനകത്ത് നിറച്ചുണ്ട്. പിന്നെ ഈ തറയിൽ കുറച്ച് കിടപ്പുണ്ട്. ഇത്രയും നെല്ലിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. മതി, ഇന്നത്തേക്കിന് ഇത് മതി. നമുക്ക് എന്നാൽ പോകാൻ സാമേ. ഓക്കെ, അടിപൊളി. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സംസാരിക്കാൻ പറ്റുന്നില്ലേ? അടിപൊളി. പിന്നെ ഫോറസ്റ്റിനകത്തായതുകൊണ്ട് ഒരു രസമുണ്ടല്ലേ? കാണാൻ രസമുണ്ട്. ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പം നെല്ലിയിൽ നല്ല നെല്ലിക്ക ഉണ്ടായിരുന്നു, ഒരുപാട് നെല്ലിക്ക ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടോ, ഒറ്റ കമ്പ് നമ്മൾ വെട്ടിയിട്ടിട്ടില്ല. ഒരു കമ്പ് പോലും നമ്മൾ വെട്ടിയിട്ടില്ല. നമുക്ക് ഇത്രയും നെല്ലിക്ക കിട്ടി. ഇത്രയുള്ള പരിപാടി. ഇത് വന്ന് മുറിച്ചിട്ടിട്ട് പറിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരായാലും കാണിച്ചാലും അത് ശരിയല്ല, തെറ്റാണ്. മരം നശിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു പൂ കണ്ടോ, മരവാഴയാണ്. ഉണക്ക കമ്പി വരെ പിടിച്ച് നിൽക്കുന്നതാണ്. ഉണങ്ങിയ കമ്പിൽ പിടിച്ച് നിൽക്കുന്നതുണ്ടോ. അങ്ങനെ നല്ല പൂവാണ് കേട്ടോ, അടിപൊളി. കാണാൻ നല്ല രസമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ പാലോളത്താണ് വന്നത്. പത്തനാപുരത്ത് നിന്നൊരു എങ്ങനെ ഒരു 15 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പം അടിപൊളി സ്ഥലമാണ് ഇവിടെ, നല്ല വ്യൂ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നത് പുനലൂർ ഭാഗമാണ്. അപ്പോൾ സെറ്റപ്പ് സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് നല്ല കാറ്റും നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ വന്നത് കുറച്ച് നെല്ലിക്കയൊക്കെ പറിച്ച് ഇത്രയും നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇതിനകത്ത് നിറച്ച് നെല്ലിക്കയുണ്ട്. അതുപോലെ ഇതിലും ഇത്രയും നെല്ലിക്കയുണ്ട്. അപ്പോൾ നമ്മളിത് കൊണ്ടുപോയി ഉപ്പിലിടും. ഇത് കൊണ്ടുവന്നിട്ട്
ഉപ്പുവെള്ളത്തിലിട്ടേക്കും. ഉപ്പുവെള്ളത്തിലൊരു 3-4 ആഴ്ച ഇട്ടിട്ട് ഇതപ്പോഴത്തേനും സോഫ്റ്റ് ആവും. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിനകത്ത് നിറച്ച് നമ്മൾ വെള്ളം കൊണ്ടുവന്ന കുപ്പിയാണ്. അപ്പം അതൊരു ഉപകാരമായി. ഈ കുപ്പി നമ്മൾ കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകും. നമ്മൾ കൊണ്ടുവന്ന് ഉപ്പിലിടുന്നു, കഴിക്കുന്നു. പൊളി ടേസ്റ്റ് ആയിരിക്കും, അതിനൊന്നും യാതൊരു സംശയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറൊരു ഇപ്പം നമ്മുടെ കൂടെ വന്ന മച്ചാന്മാർക്ക് അറിയത്തില്ല. അപ്പം അത് കഴിക്കാനുള്ള അങ്ങനെ നമ്മൾ സ്വീറ്റ്ന ഞാൻ കണ്ടേ പറടാ. അപ്പം നമ്മൾ ഇതും കഴിക്കും. പിന്നെ എന്താ, ഒരു കുപ്പി വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളമല്ലേ? തണുത്ത വെള്ളമാണ്. പിന്നെ എന്താ, പഴം നല്ല പഴുത്തിട്ടുണ്ട്. എല്ലാം അടന്നു പോയിടാ. സൂപ്പർ പഴം അടന്നു പോയിട്ടുണ്ട്. പഴം ഇതൊക്കെ നമ്മൾ കഴിച്ച് ഇന്നത്തെ ഇത് അടിച്ചു പൊളിക്കുന്നു. പിന്നെ നമ്മളെന്താണെന്ന് അറിയോ, ഈ ഇവിടെയൊക്കെ വരുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ്. അന്തരീക്ഷം ഒന്നും പറയാനില്ല, അതുപോലുള്ള അന്തരീക്ഷമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല സൂപ്പറാണ്, കാണാനൊരു രക്ഷയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം അറിയത്തില്ല. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ഒരു ഭാഗം കുറച്ച് കുന്നിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അപ്പുറത്തോട്ടുള്ള സ്ഥലം അധികം കാണത്തില്ല. എന്നാൽ കുന്നല ഭാഗം നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അവിടുത്തെ ക്ഷേത്രത്തിലെ പാട്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റി. പിന്നെ ഇലക്ഷൻ്റെ ഇതൊക്കെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രചരണത്തിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ, ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ നല്ല രസം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഈ പാലകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഫോറസ്റ്റിനകത്തുള്ള യാത്ര നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം എന്ത് തന്നെ ആയാലും നമ്മളിനി അങ്ങോട്ടുള്ള യാത്ര വ്യൂ പോയിൻറ്റിൻ്റെ എപ്പിസോഡുകൾ സൂപ്പറാകുന്നതായിരിക്കും. നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ചങ്ക് ബ്രോസ് കൂടെ ഉള്ളപ്പം പിന്നെ നമുക്കൊരു ഇല്ല, നമ്മൾ അടിച്ച് പൊളിക്കും. അപ്പം നേരത്തേക്ക് ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. നിന്റെ ഇത് കഴിച്ചോണ്ടിരിക്കുന്ന താഴെ ഇടുക, അതാ ബ്ലോപ്പേഴ്സ്. നീ കണ്ടിട്ടില്ലേ ബ്ലോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് എടുത്തിരുന്നേ, അബദ്ധങ്ങളല്ലേ അടിച്ചിട്. അപ്പോൾ ഓടി വന്ന് ഞാൻ കഴിക്കുന്നത്. വിശപ്പുണ്ടായിട്ടാന്ന് തോന്നുന്നു. നല്ല പിന്നെ ഇതുണ്ട്, ടേസ്റ്റ് ഉണ്ട്. വിശന്നിട്ടാ നടന്ന ഒരു പരിപാടി. അത് ബ്ലോപ്പേഴ്സ് ആടാ, അതാ ബ്ലോപ്പേഴ്സ്. എന്നാ നിങ്ങൾ ഇനി ഒരിക്കലും വീഡിയോ ചെയ്യില്ല, ഞാൻ മൊത്തം അളമ്പാവും. എന്നെ അറിയാലോ. എന്തുവാ അറിയാം, ഒന്നും പറയാ. എന്താ സംസാരിച്ച അങ്ങനെ ചോദിക്കുന്നേ? നമ്മൾ ഒരുമിച്ചല്ലേ വന്നത്, എന്നിട്ട് പിന്നെ ഇങ്ങനെ ചോദിക്കുന്നേ? അങ്ങനെ പറയുന്നേ